നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നിരന്തരമായി പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. പല രീതിയിലുള്ള പരാതികൾ. ചെറിയ കുഞ്ഞിന്റെ കൈ എല്ലൊടിഞ്ഞു വന്ന കുഞ്ഞിന് ചികിത്സാ പിഴവ് മൂലം കൈ മുറിച്ചു കളയേണ്ടുന്ന അവസ്ഥ. 5 വർഷമായി വയറ്റിനകത്ത് കത്രികയും വെച്ച് ഒരു സ്ത്രീ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇത്തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താൻ സാധിക്കും. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തന്നെ നാണം കെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നിരന്തരം ഇത്തരം വിവാദങ്ങളിൽ പെടുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ചികിത്സാ പിഴവുകൾ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മേഖലയാണ്, ഡിപ്പാർട്ട്മെന്റാണ് മെഡിക്കൽ ആരോഗ്യ മേഖല. ഈ ആരോഗ്യ മേഖലയ്ക്ക് ഈ കഴിഞ്ഞ 40 വർഷമായി ഭരിച്ച ഇവിടെയുള്ളവർ കൊടുത്ത പ്രാധാന്യം, അതായത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഒരുപാട് 10-20 മന്ത്രിമാര് നമുക്കുണ്ട്. ആ ഓരോ ഡിപ്പാർട്ട്മെന്റും വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും വേണ്ട ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് ആരോഗ്യ മേഖല. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകൾ, മെഡിക്കൽ വിദ്യാഭ്യാസം, ജില്ലാ ആസ്പത്രികൾ, ഇതൊക്കെ ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകാർക്കും ആവശ്യമുള്ളതാണ്, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് ഈ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ഈ മെഡിക്കൽ വിദ്യാഭ്യാസം. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ 40-45 വർഷമായിട്ട് ഇവിടെ ഭരിച്ചവരാരും തന്നെ ഈ മേഖലയെ തഴഞ്ഞു കളഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകാരണമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ദിവസവുമുണ്ട്. ഈ മീഡിയ കാണിക്കാത്ത കുറെ കാര്യങ്ങൾ എനിക്കറിയാം. നേരിട്ട് ഞാൻ എല്ലാ മെഡിക്കൽ കോളേജുകളും ബന്ധമുള്ളത് കാരണം എനിക്ക് ഓരോ കോളേജിലും നടക്കുന്ന ഓരോ ദിവസത്തെ റിപ്പോർട്ടും എനിക്ക് അറിയാൻ സാധിക്കും. ഇപ്പോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് ഒരു കുഞ്ഞ് കൈയൊടിഞ്ഞ് ചെന്നതിന് ശേഷം വളരെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ അത് പ്ലാസ്റ്റർ ഇട്ട കുഞ്ഞിനെ അവിടുന്ന് പറഞ്ഞയച്ചു. ഈ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം അവിടെ മുറിവുണ്ടായിരുന്നു എന്നുള്ളത് ഡോക്ടർ നോക്കാത്തതാണോ അല്ലെങ്കിൽ നേഴ്സ് നോക്കാത്തതാണോ, ആര് നോക്കാത്തതാണോ എന്നറിയില്ല. ഈ മുറിവുള്ളപ്പോൾ പ്ലാസ്റ്റർ ഇടുവാൻ പാടില്ല, അതാണ് അവിടെ ചെയ്ത തെറ്റ്. ആ മുറിവുള്ള കാരണം അത് പഴുത്തു. ആ കൈ ഈ 45 ദിവസം ഈ കുട്ടിക്ക് വേദന സഹിക്കാൻ വയ്യാതായി പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ 1-2 പ്രാവശ്യം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോഴും ഡോക്ടർ കുഴപ്പമില്ല, ഈ വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കും. പക്ഷെ വേദനിക്കാൻ കാരണം എന്താണ്? ആ കൈ ഒടിഞ്ഞു വരുമ്പോ തന്നെ മുറിവുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോട്ടത്തിന്റെ ആ ചെറിയ പെശക് കാരണം ആ മുറിവ് പഴുത്തു വലുതായി. ചുരുക്കം പറയാച്ചെങ്കിൽ അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. 45 ദിവസം കൊണ്ട് അവസാനം ഈ ഡോക്ടർ ആ കൈ മുറിച്ചു മാറ്റുകയാണ്. ആലോചിച്ചു നോക്കി, ഇത് ആരുടെ കുഴപ്പമാണ്? എന്നിട്ടോ ഇപ്പൊ ഞാൻ കേൾക്കുന്നു ആ പിഞ്ചു കുഞ്ഞിന്റെ ആ കൈ മുറിച്ചു മാറ്റി. എന്നാ അതേ ഹോസ്പിറ്റലിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഒരു കൃത്രിമ കൈ വെച്ചു കൊടുക്കാനുള്ള ഒരു ഇനീഷ്യേഷൻ അവിടെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാതിരി തന്നെ ഇപ്പതാ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട സംഭവം, ഡോക്ടറും മന്ത്രിയും തമ്മിൽ പച്ചത്തറി പറയുന്നത് ഞാൻ ടി വിയിൽ കാണുന്നുണ്ട്. ഈ ടി വിക്കാര് രണ്ടു കൂട്ടരെയും ചർച്ച ചെയ്ത് പരസ്പരം അടുപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയത്തിലേക്ക് ഒരു ചാനലും പോകുന്നില്ല എന്നുള്ള സത്യം. ഇത് 2 ദിവസം കാണിക്കും, അവരും ഒഴിവാക്കി. അവിടെ എന്താ സംഭവിച്ചത്? കോവിഡ് സമയത്ത് ഒരു സർജറി ചെയ്തോ, ആ സർജറി ഈ സമയത്ത് സിസർ വയറ്റിൽ വെച്ച് പറഞ്ഞു വിട്ടു. ഇപ്പോ വേദന വന്ന് അത് സ്കാൻ ചെയ്തു കണ്ടെത്തി
എന്നിട്ട് ഞാൻ ചെയ്തു, ഞാൻ അമൃതയിലേക്ക് പറഞ്ഞയച്ചു. അതിന്റെ അതിന്റെ എന്താണ് ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്ന മത്സരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാര്, ഇവര് കുറെ ദിവസമായി വേദനിച്ച് നടക്കാൻ തുടങ്ങിയിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാ ഈ പറയുന്നവർക്ക് ആ സമയങ്ങളിൽ ഇടപെടാൻ പറ്റിയത് ന്യൂസ് ആയപ്പോ അതിന് ഞാൻ ചെയ്യാം, അപ്പൊ സർക്കാർ ചെയ്യാം ഫ്രീ ആയിട്ട്, പാർട്ടിക്കാർ ചെയ്യാം, ഈ പറഞ്ഞ ആൾക്കാര്. എന്തായാലും ഇത് അമൃതയില് ആദ്യം തന്നെ ചെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് അമൃത മാനേജ്മെന്റ് അത് ആദ്യം തന്നെ ഫ്രീ ആയി ചെയ്തു കൊടുക്കും. അതിനുള്ള സംവിധാനം അമൃത ചെയ്യും. പക്ഷെ അവര് കുറെ വൈകി ചെന്നു. ഇപ്പൊ അമൃതയിലുള്ളത് അത് അവിടെ ചെയ്യും. ഇനി ഇവർ ആര് ഫണ്ട് കൊടുത്തില്ലെങ്കിലും അത് അവിടെ ഭംഗിയായി അമൃത ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ കോവിഡ് സമയത്ത് ഒരു സിസർ വയറ്റിൽ വെച്ചു. ഇതിനു മുന്നേ നിങ്ങൾ കേട്ടിരിക്കും. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. വയറ്റിൽ അന്ന് സിസറല്ല വെച്ചത്, അവിടെ വെച്ചിരുന്ന പഞ്ഞിക്കെട്ട് വയറ്റിൽ വെച്ചിട്ട് തുന്നിക്കുറ്റി വിട്ടു. പഞ്ഞിക്കെട്ട് അത് വെച്ച് നോക്കി. ഈ കഴിഞ്ഞ ആഴ്ച കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു 12 വയസ്സായ കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞ് അവിടെ ചെന്നു. അതിന്റെ സമരങ്ങളും ഇപ്പോഴും അവിടെ നടക്കുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അതിന്റെ സമരങ്ങളും മുറവിളികളും അവിടെ നടക്കുന്നുണ്ട്. ഈ കൈ ഒടിഞ്ഞ കുട്ടി ചെന്നു, പ്ലാസ്റ്റർ ഇട്ടു. ഇതേമാതിരി പ്ലാസ്റ്റർ ഇട്ട് സമയം കഴിഞ്ഞ് വെട്ടി നോക്കുമ്പോൾ കൈ വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ 2 സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എന്തോ ആയിക്കോട്ടെ, സർജറി ചെയ്ത് പ്ലാസ്റ്റർ ഇട്ട് കുഞ്ഞിനെ പറഞ്ഞയച്ചിട്ട് 45 ദിവസം കഴിഞ്ഞ് പ്ലാസ്റ്റർ അഴിച്ചു നോക്കുമ്പോ കൈ വളഞ്ഞു നിൽക്കുന്നു. എന്നാ ശരി, കൈ വളഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടാതെ അത് വേഗം ചെയ്തു കൊടുക്കാനുള്ള തയ്യാറെടുപ്പല്ലേ ഈ ചെയ്തവർ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കാരണം അവിടെ വീണ്ടും ഒരു സമരം നടക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ആളെ എന്നോട് ഇന്ന് കാലത്താണ് ഇത് പറഞ്ഞത്. അവിടെയും പ്രശ്നം. ഇനി വേറൊരു കാര്യം ഞാൻ നേരിട്ട് കണ്ടതാണ്. നേരിട്ട് ഞാൻ ആ സ്പോട്ടിലുള്ള സമയത്ത് ഉണ്ടായതാണ്. അതായത് ഒരു ഞാൻ ആ മെഡിക്കൽ കോളേജും ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല, ഞാൻ അവിടെ ആ സമയത്ത് ഉണ്ട്. ഞാൻ അതിൽ ഇടപെട്ടു. അത് കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് ആ മെഡിക്കൽ കോളേജിലെ ഒരു സ്പോർട്സ് ഫെസ്റ്റിവൽ, എല്ലാ ഇന്റർ കോളേജ് സ്പോർട്സ് മീറ്റ് നടക്കുകയാണ്. ഞാൻ അതിലൊരു ഗസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പരിപാടി നടക്കുന്നതിന്റെ ഇടയിൽ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് കാലൊടിയാണ്. അത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ഇതിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയുടെ ഈ കാലൊടിഞ്ഞപ്പോ പെട്ടെന്ന് ഞങ്ങളുടെ മീറ്റിംഗിൽ ഇതിന്റെ ഓർത്തോ സർജൻ HOD ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. മെഡിക്കൽ സ്റ്റുഡന്റ് ആയ കാരണം പുള്ളി വേഗം ഓടിപ്പോയി അവിടെ നോക്കി. ഒരു 10-30 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് ഞങ്ങളുടെ മീറ്റിംഗിലേക്ക് പുള്ളി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്തായി? അപ്പൊ പുള്ളി പറഞ്ഞു, അല്ല കാല് പൊട്ടിയിട്ടുണ്ട്, ഞാനത് കിംസ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പൊ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സാറേ നിങ്ങൾ ഈ പറയുന്നത്? ഇത്രയും വലിയ ഒരു മെഡിക്കൽ കോളേജില് ഒരു കാല് ഒടിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മെഡിക്കൽ കോളേജ്? ഞാൻ ചോദിച്ചു, നേരിട്ട് ചോദിച്ചു. അപ്പൊ ആ ഡോക്ടർക്ക് മുഖമൊക്കെ ഒന്നതായി, ബാക്കിയുള്ള ഡോക്ടർമാർക്കൊക്കെ ഒരു വിഷമായി ഞാൻ ഈ ചോദ്യം ചെയ്തപ്പോ. അപ്പൊ ആ ഡോക്ടർ ജയശങ്കർ ഒരു കാര്യം മനസ്സിലാക്കണം, കാര്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. അപ്പൊ എന്താ ഡോക്ടർ, കാര്യം പറയൂ. കാലൊടിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ആ കാലൊടിഞ്ഞത് എന്താ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയില്ലേ? അതല്ല പ്രശ്നം. എക്സ്റേ എടുത്തു നോക്കി, അതിന്റെ ഉള്ളിലെ എല്ല് നന്നായി പൊട്ടിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് സർജറി ചെയ്ത് ഇതാക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കമ്പി, സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പി ഇടണം. ഈ കമ്പി മെഡിക്കൽ കോളേജിൽ സ്റ്റോക്ക് ഇല്ല അന്ന്. അപ്പോ ഈ ഡോക്ടർ പറയാണ്, ഞാൻ ആ കുഞ്ഞിനെ, ആ സ്റ്റുഡന്റിനെ, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, ഞാനിവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഈ കമ്പി വരണതും കാത്തിരുന്ന ആ കുട്ടി സൂപ്പാവില്ലേ, ബുദ്ധിമുട്ടില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവരുടെ രക്ഷിതാക്കളെ വിളിച്ചു, അവരോട് പറഞ്ഞു വേഗം കൊണ്ടുപോയി പ്രൈവറ്റിൽ പോയി ചെയ്തോളാൻ പറഞ്ഞു. അത്ര ഞാൻ ചെയ്തുള്ളൂ, അല്ലാതെ ഞാൻ വേറെ ഒരു അപരാധം ചെയ്തില്ല ജയശങ്കർ, അത്രയേ ഉള്ളൂ, അവരെ ഞാൻ ഹെൽപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അല്ല ഡോക്ടറെ, ഈ ഇടുന്ന കമ്പിയുടെ വില എത്രയാ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഓഫീസിൽ വിളിച്ചു, എവിടേക്കൊക്കെ വിളിച്ചു നോക്കുമ്പോൾ വെറും 4825 രൂപയാണ് ഈ കമ്പിയുടെ വില, ഈ കാലിൽ ഇടുന്ന ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പിയുടെ. അപ്പൊ ഡോക്ടർ എന്നോട് 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ യു പർച്ചേസ് ഇറ്റ് നൗ, ഇപ്പൊ തന്നെ അത് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു,
അത് വാങ്ങാൻ ഞാൻ പറഞ്ഞു അതിന്റെ ഫണ്ട് ഞാൻ കോളേജിലെ PTA കൊണ്ട് നിങ്ങൾക്ക് പേ ചെയ്യിക്കാം, അത് പ്രശ്നമാക്കണ്ട, വേഗം വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ അത് അപ്പൊ തന്നെ വാങ്ങുന്നു. ആ കുട്ടിയുടെ രക്ഷിതാക്കളോട് ഇവിടുന്ന് പോണ്ട, ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. എന്തിനു പറയുന്നു, ഈ ഡോക്ടർ കമ്പി വാങ്ങുന്നു. ഈ മീറ്റിംഗ് നടങ്ങുമ്പോൾ തന്നെ ഡോക്ടർ വേഗം അവിടെ പോകുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് ആ സർജറി ചെയ്യുന്നു, കമ്പി ഇടുന്നു, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഡോക്ടർ തിരിച്ചു വേഗം പിന്നെയും ഞങ്ങൾ ഈ ഈവനിങ് സെക്ഷനിലെ മീറ്റിംഗിൽ ഈ ഡോക്ടർ വരികയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു സർജറി സക്സസ്. അപ്പൊ വേറെ ഡോക്ടർ കളിയാക്കി പറയാണ്, ജയശങ്കർ സാർ ഇവിടെ ഉള്ള കാരണമാണ് ഈ സർജറി ഇന്ന് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ ഇത് എന്നോ ഇവിടുന്ന് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു അത് അല്ല, ഇത് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥ എടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ വേറെ ഡോക്ടർ ഒരു കമന്റ് ഇട്ടു, അല്ല സാറേ, ഈ ഫാമിലി ഈ സർജറി ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചെയ്താൽ അതിന് എത്ര വരും? ആ ഡോക്ടർ ഒരു കമന്റ് ചോദിക്കാൻ. അപ്പോ മറ്റേ ഡോക്ടർ പറയാണ്, ഒരു 2 ലക്ഷം രൂപയെങ്കിലും അവർക്ക് ബില്ല് വരും. ഇത് അവിടെ അഡ്മിറ്റ് ആക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഈ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും. ഇവിടെ അത് 4800 രൂപയ്ക്ക് പരിപാടി കഴിഞ്ഞു. അത് ഞാൻ കാരണം അവിടെ നടത്തി. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് പൊതുവെ ഒരു ഉപദേശം കൊടുത്തു. സർക്കാർ സർവീസിലെ ഡോക്ടർമാരും ജില്ലാ ആസ്പത്രിയിലെ ഡോക്ടർമാരും ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ രോഗികൾ വരുമ്പോ, ഇപ്പൊ ഹാർട്ടിന് അസുഖമായി വരുമ്പോൾ, ഹാർട്ടില് ഇപ്പൊ ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്റ്റഡ് ഇടണം. സ്റ്റഡ് ഇടാനുള്ള സാധനം ചിലപ്പോൾ അവിടെ സ്റ്റോക്ക് കാണില്ല. അപ്പൊ എന്ത് ചെയ്യും, ഡോക്ടറെ വിളിക്കുമ്പോൾ വരാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടും. ഈ ഹാർട്ടിന് അസുഖമുള്ള ആള് ഇവരുടെ വിളിയും കാത്തിരിക്കാൻ പറ്റുമോ ഇവിടെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുമ്പോ? അപ്പൊ പെട്ടെന്ന് സ്റ്റണ്ട് ഇടണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടേഴ്സ് ഒരു കാര്യം ചെയ്യാം, ആ വന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോടോ അവരുടെ രക്ഷിതാക്കളോടോ പറയാ, ഇതിവിടെ സ്റ്റണ്ട് ഞങ്ങൾ ഇട്ട് തരാം, പക്ഷെ ഈ സാധനം ഇവിടെ സ്റ്റോക്ക് ഇല്ല. ഈ സ്റ്റണ്ട് എന്ന് പറയുന്ന സാധനം 7000 രൂപ മുതൽ 30,000 രൂപ വരെ പല റേഞ്ചിലാണ് ഇതിന്റെ വില. ഇത് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇട്ട് തരാമെന്ന് അവരോട് തുറന്നു പറയണം. അല്ലാതെ അവരെ സൂയിപ്പാക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ പോലും അവർക്ക് ചെറിയ പൈസയെ ചെലവാവുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ഇവരെ പ്രൈവറ്റിലേക്ക് പറഞ്ഞിട്ടാൽ ഒരു സ്റ്റണ്ട് ഇട്ട് അവർ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോഴേക്കും ചുരുങ്ങിയത് 2-2.5 ലക്ഷം രൂപ അവരെ കയ്യിൽ നിന്ന് പോകും. അപ്പോ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ദിവസവും ഈ ജില്ലാ ആസ്പത്രി ആയാലും മെഡിക്കൽ കോളേജ് ആയാലും എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ ഇടപെട്ട് ഇതിനൊരു സൊല്യൂഷൻ കാണാൻ ഇവിടെ ഒരു മന്ത്രിയും തയ്യാറല്ല, ഒരു മുഖ്യമന്ത്രിയും തയ്യാറല്ല, ഒരു ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഹെഡും തയ്യാറല്ല. എന്തുകൊണ്ട് എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറ്. ഇനി ചെറിയൊരു സംഭവം പറയാം, വളരെ ഗൗരവമായിട്ടുള്ള സംഭവമാണ്. 2016 ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ നവംബറിൽ അത് ഓപ്ഷൻ വെച്ച് വിറ്റു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 18 MRI മെഷീൻ വാങ്ങാണ് സംസ്ഥാന സർക്കാർ. എന്നിട്ട് ഇത് എല്ലാ മെഡിക്കൽ കോളേജും ജില്ലാ ആസ്പത്രിയിലേക്ക് വീതിച്ച് അപ്പൊ തന്നെ പറഞ്ഞു വിട്ടു. കാരണം MRI മെഷീൻ വന്ന ഒരുപാട് ചികിത്സകൾ വളരെ എളുപ്പമാക്കാം, ഈ രോഗികൾക്കും വളരെ ഗുണം ചെയ്യുന്ന സംഭവമാണ് MRI മെഷീൻ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ മെഷീനൊക്കെ എല്ലാ സ്ഥലത്തും കൊണ്ടുവച്ചു. ഈ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് സ്ക്രാപ്പായി എടുത്തു വിറ്റു എന്നല്ലാതെ ഇത് പ്രവർത്തിച്ചില്ല. പലതും മിക്കതും പ്രവർത്തിച്ചില്ല. അപ്പൊ എന്താ കാര്യം, ഈ സാധനം പ്ലഗിലെടുത്ത് കുത്തിയിട്ടില്ല. അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോ എന്താ പ്രശ്നം, ഇത് പ്ലഗിലെടുത്ത് കുത്തണമെങ്കിൽ ഈ മെഷീൻ വരുമ്പോ ഇതിനുള്ള ടെക്നീഷ്യൻ വേണം, റേഡിയോളജിസ്റ്റ് വേണം, അങ്ങനെ ഒരു 3-4 അതുമായി ബന്ധപ്പെട്ട ജോലിക്കാർ വേണം. ഇതിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. പിന്നെ അവിടുത്തെ അടുക്കളയിലെ കിച്ചണിലെ ചായ ഉണ്ടാക്കണം വന്നിട്ട് ഇത് ഓൺ ചെയ്യാൻ പറ്റുമോ? അപ്പോ ഇത് മെഷീൻ വാങ്ങുമ്പോ അതിന്റെ ഒപ്പമുള്ള മറ്റുള്ള സംഭവങ്ങളും കൂടി അപ്പൊ തന്നെ അനുവദിക്കണ്ടേ? അത് ചെയ്തില്ല. ആനയെ വാങ്ങണമെങ്കിൽ ആനക്കാരനും വേണം, ആനക്കോലും വേണം, നല്ലത് ആനനെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അത് ചെറിയ എക്സാമ്പിളാ പറഞ്ഞത്. അപ്പൊ ഈ മെഷീൻ വാങ്ങി അത് വേസ്റ്റ് ആക്കി കളഞ്ഞ് അത് ഉപയോഗിച്ചില്ല. ഇന്ന് പല മെഡിക്കൽ കോളേജിലും പല ജില്ലാ ആസ്പത്രിയിലും പോയാൽ MRI മെഷീൻ ഉണ്ടാവില്ല. എന്തിനു പറയുന്നു, ECG എടുക്കാനുള്ള മെഷീൻ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, എക്സ്റേ യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ലാബ് അവിടെ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. എന്തിനു പറയുന്നു, ബ്ലഡ് ബാങ്കുകൾ വളരെ ദുർലഭമാണ്. ഇന്നും പലരും സർജറി സമയത്ത്
ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന പല സംഭവങ്ങളും നമ്മൾ ദിവസവും കാണുന്നുണ്ട്. അപ്പൊ ഈ പ്രൈവറ്റ് മേഖലകളെ വളർത്താൻ വേണ്ടിയിട്ടാണോ സർക്കാർ മേഖല ഇങ്ങനെ അലംഭാവം കാണിക്കുന്നത് എന്ന് പോലും ഞാൻ ചില സമയത്ത് ചിലരെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ സംശയിച്ചിട്ടുണ്ട്. യെസ്, എന്തുകൊണ്ട് ഇത്തരത്തിൽ നിരന്തരമായ ഒരു അലംഭാവം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് തന്നെയാണ് ചോദ്യം. ജയശങ്കർ സാർ പറഞ്ഞു വെച്ച വലിയൊരു ഹിസ്റ്ററി തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതോ കാലം മുതൽ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരം അനാസ്ഥകൾ നടക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിമാരൊക്കെ ഇക്കാര്യത്തിൽ ഇത്തരത്തിലൊരു അനാസ്ഥ കാണിക്കുന്നു എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. കൃത്യമായ ഒരു ഉത്തരമോ അല്ലെങ്കിൽ വേണ്ട ശാശ്വതമായ പരിഹാരമോ മെഡിക്കൽ കോളേജുകളിൽ ഇല്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരന്തരം ഇത്തരം വാർത്തകളിലൊക്കെ നിറയുകയാണ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള അനാസ്ഥകളൊക്കെ. വ്യക്തമാണ്. താങ്ക് യു, ജയശങ്കർ സാർ.